ദൈവം മനുഷ്യന്റെ സൃഷ്ടാവായതുകൊണ്ട് അവൻ കണ്ണുനീരോടൊക്കെ ദൈവസന്നിധി കിടന്ന് നിലവിളിക്കുമ്പോൾ അവന്റെ ജീവിതത്തിലെ പല വിഷയത്തിലും ദൈവം ഒരുപക്ഷെ മറുപടിയൊക്കെ തന്നു കാണും. അത് ദൈവത്തിന് നമ്മളോടുള്ള കരുണയാണ്. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തോട് ബന്ധമില്ല. ഞാൻ പ്രാർത്ഥിച്ചപ്പോ ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്തു, വിടുതലുകൾ ചെയ്തു എന്നൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ദൈവത്തോടുള്ള ബന്ധമല്ല. ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടണമെങ്കിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ഉണ്ടാകണം. അശുദ്ധനായ ഒരു മനുഷ്യനോട് ദൈവത്തിന് കൂട്ടായ്മ ആചരിക്കാൻ കഴിയില്ല. അവന്റെ കണ്ണുനീരും കരച്ചിലും കണ്ട് ജീവിതത്തിൽ അവൻ എന്തെങ്കിലുമൊക്കെ വിടുതൽ നൽകിയത് കൊണ്ട് നിങ്ങളുടെ പാപത്തിന് ക്ഷമയുണ്ടാകില്ല. കാരണം മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങൾ, ആചാരങ്ങൾ, അവൻ ചെയ്യുന്ന പാരമ്പര്യമായ അനുഷ്ഠാനങ്ങൾ, മതഭക്തി, ഇതൊന്നും കൊണ്ട് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരില്ല. അവൻ ചെയ്തു കൂട്ടുന്ന ഒരു യാഗം കൊണ്ടും, അവൻ ചെയ്തു കൂട്ടുന്ന ഒരു കൂദാശകൾ കൊണ്ടും, അവൻ ചെയ്തു കൂട്ടുന്ന ഒരു തിരുനാളുകൾ കൊണ്ടും, ഒരു വിധത്തിലുള്ള തീർത്ഥാടനം കൊണ്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരികയില്ല. ജീവിച്ചിരുന്നു മരിച്ചതിനു ശേഷം മനുഷ്യൻ മറ്റുള്ളവർ അവന് വേണ്ടി ചെയ്യുന്ന കർമാചാരങ്ങൾ കൊണ്ടും മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരില്ല. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കണം. പാപത്തിന്റെ ശിക്ഷയെക്കുറിച്ച് ബൈബിളിലെ വാക്യം പാപത്തിന്റെ ശമ്പളം മരണമെന്നാണ്. എന്ന് പറഞ്ഞ മരണം, ഒരു യാഗം, പാപമില്ലാത്തവൻ അകൃത്യയാഗമായി തീരുന്നതിലൂടെ മാത്രമേ പാപത്തിന് പരിഹാരം വരൂ. അങ്ങനെ ആർക്കാ പാപത്തിന് പാപമില്ലാത്ത ഒരു വ്യക്തിക്ക് യാഗമായി തീരാൻ കഴിയുന്നത്? അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്തിൽ കണ്ടെടുക്കാൻ കഴിയില്ല. കാരണം സകല മനുഷ്യനും പാപത്തോട് ആചരിക്കുന്നത്. പാപമില്ലാത്ത ഒരു മനുഷ്യന്റെ യാഗത്തിൽ മാത്രമേ ദൈവം പ്രസാദിച്ചു. അതുകൊണ്ട് ദൈവമായിരുന്നവൻ മനുഷ്യനായി പാപമില്ലാത്ത പരമപരിശുദ്ധനായി ഭൂമുഖത്ത് അവതരിച്ചു. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു. യേശു ക്രിസ്തു പാപമില്ലാതെ ഭൂമിയിൽ വന്നു. കാരണം യേശു ദൈവമായിരുന്നു. മനുഷ്യരാരെങ്കിലുമൊക്കെ ആരാധിച്ച് ദൈവമാക്കിയ ഒരു വ്യക്തിയെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ദൈവമായിരുന്നവൻ ഈ ഭൂമുഖത്തെ കടന്നു വന്നത്, അതാണ് യേശു ക്രിസ്തു. പാപമില്ല, പാപം ചെയ്തിട്ടില്ല, പാപത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. യേശു ക്രിസ്തു ജനമധ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, ആര് പാപത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തും? പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു മനുഷ്യന്റെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് മുഴുവൻ പാപവും യേശുവിന്റെ മേൽ ദൈവം ചുമത്തി. എന്റെയും നിങ്ങളുടെയും എന്നെ കേൾക്കുന്ന സകല മനുഷ്യന്റെയും പാപം യേശുവിന്റെ മേൽ ദൈവം ചുമത്തി. അങ്ങനെ നമുക്ക് പകരമായി നമ്മുടെ മുഴുവൻ പാപവും സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു അകൃത്യയാഗമായി തീർന്നു. കാൽവരിയിൽ മൂന്നാടികളിൽ മേൽ രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ നടുവിൽ യേശു ക്രിസ്തു തൂങ്ങിക്കിടന്ന് പാപപരിഹാരയാഗം നടത്തി. യേശു ക്രിസ്തുവിന്റെ യാഗത്തിലൂടെ മാനവകുലത്തിന്റെ മുഴുവൻ പാപത്തിനും പരിഹാരം വന്നു.